നമസ്കാരം, വെൽക്കം ടു റോയൽ കുക്കറി. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കറുത്ത ഹൽവയാണ്. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് അരി 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തിരിക്കുന്നതാണ്. അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് അരി പൊടിച്ച് വേണമെങ്കിലും എടുക്കാം. വേണ്ടത് 2 തേങ്ങ. 2 തേങ്ങയ്ക്കകത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാലെടുത്തു, വീണ്ടും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-ാം പാലെടുത്തു, വീണ്ടും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3-ാം പാലെടുത്തു. എന്നിട്ട് ഇത് മൂന്നും വേറെ വേറെ എടുത്തിട്ട് ഞാൻ ഒന്നിച്ചൊഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി 1 കിലോ കറുത്ത ശർക്കര, അത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി അതിനകത്തിലെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ 150 ഗ്രാം അണ്ടിപ്പരിപ്പ്, ഒരു 30 ഏലക്ക, അത് അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നെയ്യ് ആവശ്യത്തിന്, വേണമെങ്കിൽ നമുക്ക് നെയ്യും വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത്. ഓട്ടുരുളിയാണ് എപ്പോഴും അലുവ ഉണ്ടാക്കാൻ നല്ലത്. അതിലേക്ക് ഞാൻ അരച്ചു വച്ചിരിക്കുന്ന അരിമാവ് ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അടുത്തത് ശർക്കരപ്പാനിയും ചേർക്കാം. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിമാവ് അടിയിൽ കട്ട പിടിച്ച് കിടക്കരുത്. തേങ്ങാപ്പാലിൽ ശർക്കരപ്പാനി അരിമാവും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കറിയാം, ഹൽവ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ്. ഒരു 1.5-2 മണിക്കൂറോളം വേണ്ടി വരും നമുക്ക് ഹൽവ ശരിയായി വരാൻ. അപ്പോൾ ഇതിനി അടുപ്പിലേക്ക് വെച്ച് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഞാനിത് വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നല്ല അടിയിൽ കൂട്ടി നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇടവിട്ട് ഞാനിത് കാണിച്ചു തരാം. ഇത് ഫുൾ ടൈം നമുക്കിത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കൈയെടുക്കാതെ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതെന്തായി തീരുമെന്ന് അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെ കാണിക്കാം ഞാൻ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹൽവ അടുപ്പത്ത് വെച്ചിട്ട്, ഞാൻ വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ 15 മിനിറ്റായി. ഇത് ഒട്ടും തന്നെ നമ്മൾ കൈ മാറ്റിയിട്ടില്ല. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹലുവ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നെയ്യ് ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് കട്ടിയാകുന്നതിനനുസരിച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇളക്കുമ്പോൾ ഒന്ന് അയവ് കിട്ടും നമുക്ക്. ഇളക്കാനൊരു സൗകര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും, നമുക്ക് ഇളക്കാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ 1/2 മണിക്കൂറായി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ 15 മിനിറ്റ് ഇടവിട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3/4 മണിക്കൂറായി നമ്മൾ അടുപ്പത്താക്കിയിട്ട്.
ഇളക്കാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്പം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാനല്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്താണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഒട്ടും അടുക്കി പിടിക്കരുത്. സൈഡൊക്കെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് അടുപ്പത്താക്കിയിട്ട് 1 മണിക്കൂറായിരിക്കുന്നു. കണ്ടില്ലേ? നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ട് 1.25 മണിക്കൂറോളമായി നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതിലിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ്. മിക്സിയിൽ അല്പം പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയും നെയ്യും ആ തേങ്ങാപ്പാലിലെ എണ്ണയും എല്ലാം കൂടി ആ അലുവയ്ക്കകത്ത് നിന്ന് വിട്ട് പുറത്തേക്ക് വരും. അതാണ് ശരിക്കും ഇതിൻ്റെ പരുവ്. അപ്പോൾ അങ്ങനെ ആകുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറോളമായി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട്. ഇത് അടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ നല്ല തീയിൽ വേണം ഇത് വയ്ക്കാൻ. ഒരു പകുതി സമയമാകുമ്പോൾ മുതൽ ചെറുതീയിൽ ഇട്ടാൽ മതി. കണ്ടോ? ഇപ്പോൾ അതിലെ എണ്ണയൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. കണ്ടില്ലേ? കണ്ടില്ലേ? അത് ആ ഉരുളയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവ്. അപ്പോൾ എണ്ണയൊക്കെ ഇതാ അവിടെ കാണാം. എണ്ണ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പരുവം കണ്ട. ഈ പരുവമാണ് ശരിക്കും അലുവ റെഡിയാവുന്ന പരുവ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ആ ചട്ടുക ഇട്ടിങ്ങനെ കറക്കി നോക്കുമ്പോൾ അലുവ മൊത്തം കൂടി കിടന്ന് കറങ്ങും. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിയാവാൻ എനിക്ക് 1.25 മണിക്കൂർ എടുത്തു. ഈ പരുവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവി അതിലേക്കിത് കോരി വയ്ക്കണം. ചൂടോടുകൂടി തന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റണം. റെഡിയായി കഴിഞ്ഞു. കൂടുതൽ സമയം ഇത് അടുപ്പത്ത് കിടക്കരുത്. അതൊന്നുകൂടി അങ്ങ് മുറുകിയിട്ട് അലുവ ശരിയാവില്ല. നല്ല കട്ടിയായിരിക്കും. ഈ പരുവത്തിൽ നമുക്കിത് ഇവിടുന്ന് മാറ്റാം. ഇങ്ങനെ കിടന്ന് കറങ്ങണം. ഇതാണ് അതിൻ്റെ പരുവ്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ അലുവ വാരി വയ്ക്കാം. അതിനുശേഷം നമ്മളിതുപോലെ ഒരു പാത്രം കൊണ്ട് അതിൻ്റെ പുറത്ത് അതൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇനി ഇത് ശരിക്കും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇരുന്നിട്ടേ ഈ അലുവ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ വരുമുണ്ടാവുള്ളൂ. പക്ഷേ ഞാനൊരു 4 മണിക്കൂറിന് ശേഷം ഇത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഹൽവ റെഡിയായി കഴിഞ്ഞു. ദാ ഹൽവ നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹൽവ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.